1927 ചെന്നൈ ICC നടക്കുമ്പോൾ ആ ചെന്നൈ ICCയുടെ സമയത്തും അതിന്റെ പ്രതിനിധിയൊന്നുമല്ല, അത് കാണാൻ EMS പോകുന്നുണ്ട്. EMS തന്റെ ആത്മകഥയിലും അത് എഴുതി വെച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ 27 നടക്കുന്ന ചെന്നൈ ICC സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ ആഴ്ചവട്ടിൽ വെച്ച് മറ്റൊരു സമ്മേളനം നടക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ കോൺഗ്രസിലെ ഇടതുപക്ഷ ക്ലിക്കിന്റെ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹം അന്ന് AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. 27 ചെന്നൈയിൽ നടക്കുന്ന ആ AICC സമ്മേളനത്തിന് പുറത്തു നടക്കുന്ന ഇടതുപക്ഷ ക്ലിക്കിന്റെ സമ്മേളനത്തിൽ വെച്ചാണ് നെഹ്റുവിനെ ലെഫ്റ്റ് ക്ലിക്കിന്റെ കൺവീനറായി തെരഞ്ഞെടുക്കുന്നത്. ഉദരരോഗ നിമിത്തം സുഭാഷ് ചന്ദ്രബോസ് ആ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹം അയച്ച കത്ത്, നെഹ്റുവിന് അയച്ച കത്ത്, അതിനെക്കുറിച്ച് രമൻ സത്യാർത്ഥി എഴുതിയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ചെറിയ പുസ്തകത്തിൽ പോലും ഉദ്ധരിക്കുന്നുണ്ട്. നാം ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെയാണ് അന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് പൂർണ്ണ സ്വരാജ് എന്ന ആശയത്തെ കോൺഗ്രസിനെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ടത് എന്ന വളരെ വ്യക്തമായ ഒരു അജണ്ടയുമായിട്ടാണ് 1928 മെയ് മാസം 25 മുതൽ 28 വരെ കോൺഗ്രസിന്റെ 4ാം രാഷ്ട്രീയ സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടക്കുമ്പോൾ നെഹ്റു അതിന്റെ അധ്യക്ഷനായി കൊണ്ടുവരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സമ്മേളനങ്ങളിൽ മാനവേദൻ രാജ, സാമൂതിരി രാജ തുടങ്ങി ഈ നാട്ടുരാജാക്കന്മാരുടെ ഇളമുറക്കാർ മുഴുവൻ അതിന്റെ ഏറ്റവും പ്രമുഖന്മാരായി പങ്കെടുക്കുകയാണ്. മഞ്ചേരി സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകൊക്കെ ചരിത്ര പ്രസിദ്ധമാണ്. ഞാനതൊന്നും വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരുന്നതിന്റെ വളരെ സവിശേഷമായ ഘട്ടത്തിൽ അതൊരു ബഹുവർഗ പാർട്ടിയാണെങ്കിലും ഭൂവുടമകൾക്കും മുതലാളി വർഗമൊക്കെ മുൻകൈ ഉണ്ടായിരുന്ന, ജാതി മേധാവികൾക്കും നാടുവാഴികൾക്കൊക്കെ മുൻകൈ ഉണ്ടായിരുന്ന പാർട്ടി തന്നെയാണ് അപ്പോഴും. 1928 നെഹ്റു അകത്ത് പയ്യന്നൂരിൽ നടക്കുന്ന സമ്മേളനം, ഇപ്പോൾ നമുക്കുള്ള പയ്യന്നൂർ ആശുപത്രിയുടെ തൊട്ട് തെക്ക് ഭാഗത്ത് മടത്തുംപടി ക്ഷേത്രത്തിന്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തായി കെട്ടിയൊരുക്കിയ ഒരു വലിയ പന്തൽ വെച്ച് നടക്കുന്ന ആ സമ്മേളനത്തിൽ K. മാധവനാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുന്നത്. അതിനെ പിന്താങ്ങുന്ന K. കേളപ്പനാണ്. പുത്രികാരാജ്യ പദവി മതി, അതല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരുന്നത് ബാരിസ്റ്റർ മഞ്ചേരി രാമയ്യരാണ്, കുപ്പി സാഹിബാണ് അതിനെ പിന്താങ്ങുന്നത്. ഈ രണ്ട് പ്രമേയങ്ങളും വോട്ടിലിട്ടപ്പോൾ നാമമാത്രമായ വോട്ടുകൾ മാത്രമാണ് പുത്രികാരാജ്യ പദവി പ്രമേയത്തിന് കിട്ടുന്നത്. ഇതോടൊപ്പം തന്നെ ചരിത്ര പ്രസിദ്ധമായ മറ്റൊരു പ്രമേയം കൂടിയുണ്ട്. പാട്ടക്കുടിയാന്മാരും കാണക്കുടിയാന്മാരുമായ പാവപ്പെട്ട കർഷകർ അനുഭവിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ നൽകുന്നതിന് ഉതകുന്ന ഒരു ബില്ല് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അതിന്റെ സംസ്ഥാന സമ്മേളനം, 4ാം രാഷ്ട്രീയ സമ്മേളനം ആവശ്യപ്പെടുകയാണ്. 1928 മെയ് മാസം 25 മുതൽ 27 വരെ നടക്കുന്ന സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം മഹാഭൂരിപക്ഷത്തോടെ, അതേ ഭൂരിപക്ഷത്തോടെ സത്യത്തിൽ കുടിയാന്മാർക്ക് വേണ്ടിയുള്ള ബില്ല്, ഒരു കാർഷിക ബന്ധ നിയമം അവതരിപ്പിക്കണമെന്ന ബില്ല് കോൺഗ്രസ് സമ്മേളനത്തിൽ പാസ്സാവുകയാണ്. അതിന് സമാപനം കുറിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തുന്ന ഉജ്ജ്വലമായ പ്രസംഗം AICC രേഖകളിൽ ഇപ്പോഴുമുണ്ട്. മുതലാളിമാരിൽ നിന്നും തൊഴിലാളികളും, ജന്മിമാരിൽ നിന്നും നാടുവാഴികളിൽ നിന്നും കൃഷിക്കാരും കുടിയാന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷാധിപത്യ മൂല്യമുള്ള ഒരു വ്യവസ്ഥയിൽ സ്ത്രീകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ബന്ധനങ്ങളെയും ഛേദിക്കുന്ന യുക്തിചിന്തയിലും ശാസ്ത്രബോധത്തിലും അധിഷ്ഠിതമായ ഒരു ഭാവി ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പൂർണ്ണ സ്വരാജാണ് നമ്മുടെ ലക്ഷ്യം എന്ന് കോൺഗ്രസിന്റെ ഈ പ്രൊവിൻഷ്യൽ സമ്മേളനം പ്രഖ്യാപിക്കുകയാണ് എന്ന് AICCയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറിയായിരുന്ന നെഹ്റു പ്രഖ്യാപിക്കുകയും ഇൻകുലാബ് സിന്ദാബാദ് എന്നുകൂടി ഉറക്കെ മുദ്രാവാക്യം വിളിക്കുകയുമാണ് സത്യത്തിൽ ചെയ്യുന്നത്. 1921 ആദ്യ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് അവതരിപ്പിച്ച ഹസ്രത്ത് മൊഹാനിയുടെ ഒരു തുടർച്ച എങ്ങനെയാണ്? തൊട്ടടുത്ത സമ്മേളനത്തിൽ രാവി നദീ തീരത്ത് AICC സമ്മേളനത്തിന്റെ പ്രഖ്യാപനം കൂടി, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം കൂടി വരുന്നതോടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ 20കൾ മുതൽ തുടക്കമിടുന്ന
ഒരു പോരാട്ടം. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ മുദ്രാവാക്യം എന്ത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രമേയം അംഗീകരിക്കപ്പെടുന്നത്. ഞാനിത് ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിച്ച് സമർത്ഥിക്കാനല്ല, വെമ്പുന്നത്. ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരുന്ന ഈ പോരാട്ടങ്ങളിൽ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്ക് എത്ര മണിക്കൂർ പറഞ്ഞാലും തീരാത്ത ഒന്നാണ്. ഇനി കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഇടപെടലുകളെ കുറിച്ച് പറയാം. 1930 KPCC യോഗം ചേർന്ന് തീരുമാനിക്കുന്നത് ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ വേണ്ട എന്നാണ്. തൊട്ടടുത്ത വേദാരണ്യത്ത് ഉപ്പു സത്യാഗ്രഹം നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. അന്നാണെങ്കിൽ ഇത് മദ്രാസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് വേദാരണ്യത്ത് ഉപ്പു സത്യാഗ്രഹം നടക്കുമ്പോൾ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആവശ്യമില്ല എന്ന് KPCC യോഗം ചേർന്ന് തീരുമാനിച്ചു. അന്നത്തെ കോൺഗ്രസിലെ ഉൽപ്പതിഷ്ണുക്കൾ, പുരോഗമനവാദികൾ കേളപ്പന മുന്നിൽ നിർത്തിയിട്ട് വടകരയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഒരു വലിയ മൂവുണ്ടാക്കുകയാണ്. കോൺഗ്രസ് തന്നെ എഴുതി വെച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രമുണ്ട്. അത് എടുത്തു നോക്കിയാൽ അതിൽ തന്നെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഈ കേരളത്തിലെ കോൺഗ്രസിനെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തരന്മാരുടെ കണ്ണിൽ പെടാതിരിക്കുന്നതിന് നമ്മളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും കെ മാധവനായർ 1930 ഏപ്രിൽ 13 ഉപ്പു സത്യാഗ്രഹ ജാഥ ഉപ്പു സത്യാഗ്രഹ ജാഥ ഏപ്രിൽ 13 കോഴിക്കോട്ടെ വെള്ളാരി വീട്ടിൽ വെച്ച് പുറപ്പെടുമ്പോൾ KPCC അധ്യക്ഷൻ അവിടെ വന്നിട്ട് വികാരഭരിതമായ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഏറ്റവും നീണ്ട ഒരു കടൽത്തീരമുള്ള കേരളത്തിൽ ഇത്തരം ഒരു സത്യാഗ്രഹം വേണം എന്ന് ഉൽപ്പതിഷ്ണുക്കളായ യുവാക്കൾ ഒന്നിച്ചു ചേർന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന്റെ ഉൾക്കാമ്പ് തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് പശ്ചാത്താപഭരിതനായിട്ടാണ് അദ്ദേഹത്തിന്റെ മകളെയും കൂടെ കൂട്ടിയിട്ടാണ് ഇവരുടെ യാത്രയപ്പ് ജാഥയ്ക്ക് വരുന്നത്. KPCC അധ്യക്ഷൻ ഈ പ്രസംഗം നടത്തുന്നതിനിടയിൽ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന 500 രൂപയുടെ കിഴി, 1930 500 രൂപയുടെ ഒരു കിഴി എന്നൊക്കെ പറയുന്നത് നമുക്കിന്ന് സങ്കല്പിക്കാവുന്നതിന്റെ എത്രയോ അപ്പുറമാണ്. ഈ ജാഥാംഗങ്ങൾക്ക് നൽകിയിട്ട് എലത്തൂർ വരെ അവരോടൊപ്പം നടന്നിട്ടാണ് അന്ന് തിരിച്ചു പോകുന്നത്. ഈ ചരിത്രത്തിന്റെ താളുകളിലൊന്നും രേഖപ്പെടുത്താതെ പോകുന്ന പുരോഗമനവാദികളും ഉൽപ്പതിഷ്ണുക്കളുമായ ഒരു കൂട്ടം ആളുകളുടെ ഇടപെടലുകൾക്ക് നാം വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നാം തന്നെ ഇതുപോലെ എത്രയോ ജനതകളുടെ കാതുകളിലേക്കും മനസ്സുകളിലേക്കും ഇത് എത്തിക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നെന്ന് മാത്രമാണ്. ഇപ്പോഴും ആ ബാധ്യതയാണ് ബാക്കിയാവുന്നത് എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ് ഉപ്പു സത്യാഗ്രഹ ജാഥയിലെ പത്താണികൾ. തിരുവിതാംകൂറിൽ വേറെ ജാഥയുണ്ട്. ഇത് ഈ സംസ്ഥാനത്തിലെ മലബാർ അന്ന് നടക്കുന്ന ആ സംസ്ഥാനത്തിലെ കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ചുള്ള ജാഥയാണ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടെ ക്യാമ്പിലേക്ക് ഒരാഴ്ച മുമ്പേ വന്നിട്ട് കേളപ്പൻ തന്നെ എഴുതുന്നുണ്ട്, മുടി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ, എള്ളിന്റെ നിറമുള്ള ഉത്സാഹിയായ ഒരു ചെറുപ്പക്കാരൻ, എല്ലാ വളണ്ടിയർമാർക്കും ഭക്ഷണം വിതരണം ചെയ്യുക, ഏത് കാര്യത്തിനും അയാളാണ് മുന്നിൽ. അയാൾ വൈക്കത്തുകാരനായ ഒരു കൃഷ്ണപിള്ളയാണ് എന്നാണ് എഴുതുന്നത്. ഒരർത്ഥത്തിൽ മലബാറിലേക്കുള്ള ആദ്യത്തെ കൃഷ്ണപിള്ളയുടെ വരവ് തന്നെ നേതാവായിട്ടല്ല, ഉപ്പു സത്യാഗ്രഹ ജാഥയിലെ വളണ്ടിയർ ക്യാപ്റ്റനായിട്ടും അതിലെ പാട്ടുകാരനുമായിട്ടാണ്. അംശിനാരായണപിള്ള എഴുതിയ വരിക സഹജരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകുന്ന എന്ന ഉജ്ജ്വലമായ പാട്ട് ഭാരതീയരുടെ ബ്രിട്ടീഷ് വാഴ്ച ഭാരത സമുദായം വാഴ്കവേ. ഈ പാട്ടുകൾ പാടിയിട്ട് പാട്ടുകാരനായിട്ടാണ് ഇക്കതങ്ങളുടെ ഓർമ്മയിൽ പറയുന്നു. ഞാൻ കാണുന്ന ആദ്യമായി കൃഷ്ണപിള്ളയെ പാട്ടും പാടി വരുന്ന കൃഷ്ണപിള്ളയാണ്. കോൺഗ്രസുകാരുടെ ഈ പതിവ് ചതഞ്ഞ മുദ്രാവാക്യങ്ങൾ, അതിനപ്പുറത്ത് ഈ ഉജ്ജ്വലമായ പാട്ടുപാടി നടന്നവരാരൊക്കെയാണ്? അതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 13 വയസ്സുകാരൻ മാത്രമായ
ഒരു പോരാളിയുണ്ടായിരുന്നു. അത് കയ്യൂർ സമരത്തിന്റെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിലുണ്ടായിരുന്ന കെ മാധവനാണ്. മറ്റൊരാൾ സുബ്രഹ്മണ്യൻ തിരുവമ്പാണ്. ഈ തിരുവിതാംകൂറിൽ നിന്ന് വന്ന നാലുപേരും പിന്നീട് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്നവരാണ്. ഇനി ഉപസത്യാഗ്രഹം കഴിഞ്ഞ് അതിന്റെ തൊട്ടു പിറകെ വരുന്ന 31 ഗുരുവായൂർ സത്യാഗ്രഹം. ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തുന്നതിന്റെ തൊട്ടു മുമ്പാണ്, ഒരു മാസം മുമ്പാണ് AKGയും ഒപ്പം കേരളീയരും ചേർന്ന് പഴയങ്ങാടിയുള്ള ഒരു കൂട്ടം അധസ്ഥിതരായ മനുഷ്യരെയും കൂട്ടി കണ്ടോത്ത്, ഇപ്പോൾ പൂർണ്ണ ഭഗവതി ക്ഷേത്രം, AKGയെ പോലെ നോട്ടുമാല ഏറ്റുവാങ്ങിയ ഒരു നേതാവും നമ്മുടെ ചരിത്രത്തിലും ചിത്രങ്ങളിലും ഉണ്ടാകും. നോട്ടുമാലകളും പൂമാലകളും കൊണ്ട് തലപിടിഞ്ഞു നിൽക്കുന്ന AKGയുടെ എത്രയോ ചിത്രങ്ങൾ AKGയുടെ ചിത്രങ്ങളുടെ ആകേസിലുണ്ട്. എന്നാൽ ഇങ്ങനെ നോട്ടുമാലകളും പൂമാലകളും മാത്രമല്ല, ഒലത്ത കുർബ എന്ന കണ്ടോത്തെ അമ്പലത്തിലേക്ക് കേരളീയനും AKGയും കൂടി പോകുമ്പോൾ ഒരു കൂട്ടം ഹരിജനങ്ങളെയും കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ഉലക്ക കൊണ്ടാണ് AKGയും കേരളീയനും സ്വീകരിക്കപ്പെടുന്നത്. മാരകമായി പരിക്ക് പറ്റുന്ന AKG തന്നെയാണ്. തലവിളർന്ന് കിടക്കുകയായിരുന്നു. പയ്യന്നൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് നേരെ എടുത്തു ഓടിയാണ്. പുറകെ ഓടിയിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു. ബ്രിട്ടീഷ് പോലീസിന്റെ രേഖകളുണ്ട്, ബ്രിട്ടീഷ് സർക്കാരിന്റെ രേഖകളിലുണ്ട്. AKGയുടെയും കേരളീയന്റെയും രണ്ടുപേരുടെയും മരണമൊഴിയാണ് എടുത്തത്. വെറുതെ ഒരു അടിയല്ല, ഉലക്ക കൊണ്ട് മനുഷ്യരുടെ തലക്കടിച്ചാറുണ്ടാകുന്ന ആപത്ത് എത്രയാണെന്ന് അറിയിച്ചത്. ഒരു മാസം കഴിയുന്നതിന് മുമ്പാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ കേളപ്പൻ എന്ന ആ സമര നേതാവിന്റെ തലയെടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് ഇരിക്കുന്ന, അദ്ദേഹം നിരാഹാരം കഴിക്കുമ്പോൾ തലയെടുത്ത് മടിയിൽ വെച്ചിരിക്കുന്ന AKGയുടെ പ്രസിദ്ധമായ ചിത്രം ഇപ്പോഴും നാം കാണുന്നത്. ഇങ്ങനെ 1939 കോൺഗ്രസ് പാർട്ടിയുടെ ഘടകം അപ്പാടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുമ്പോൾ അതിന്റെ പിറ്റേന്ന് മുതൽ തുടങ്ങിയ ഏർപ്പാടല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടം 20കൾ മുതൽ തുടങ്ങിയതുപോലെ തന്നെ പുരോഗമന ശക്തികളായി, ഉൽപ്പതിഷ്ഠത്വത്തിന്റെ ശക്തികളായി, ഏറ്റവും വലിയ സമത്വബോധത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിന്റെ കാന്തിക സൂചികൾ എന്നതുപോലെ ദേശീയ പ്രസ്ഥാനത്തിൽ അതിന്റെ അകത്തേക്ക് പ്രവർത്തിക്കാൻ വെറുതെ അല്ല. എല്ലാ ദിവസവും കേൾക്കാറുന്ന നേതൃത്വത്തിലാണ് വിവാദത്തിന്റെ നടത്തുന്നത്. മതത്തുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കൽ ആളുകൾ നിറയുമ്പോൾ നടത്തുന്ന പ്രസംഗം കമ്മ്യൂണിസ്റ്റ് കവിയായ EMS പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ച സാക്ഷാൽ TS തിരുവമ്മന്റേതാണ്. ഇപ്പോഴും പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ കേൾക്കുന്ന പൊങ്ങുക പൊങ്ങുക വാനിലെ കാശിനെ എന്ന് തുടങ്ങുന്ന പതാക ഗാനം എഴുതുന്ന 1940 എഴുതിയ ആ പാട്ട്, അതുപോലെ ജയ് പതാകയെ, രക്തപതാകയെ തുടങ്ങിയ പാട്ടുകൾ എഴുതിയ കമ്മ്യൂണിസ്റ്റ് പോരാളിയായ TS തിരുവമ്പാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വേദിയിൽ അന്നത്തെ പ്രഖ്യാതരായ കോൺഗ്രസ് നേതാക്കളെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവിടെ ബ്രാഹ്മണർക്ക് മാത്രം മണിയടിച്ച് തൊഴാവുന്ന നമസ്കാര മണ്ഡപത്തിൽ കയറിയിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പി കൃഷ്ണപിള്ളയാണ് മണിയടിക്കുന്നത്. അതല്ലാതെ ഈ കേരളത്തിൽ അന്നും ഉണ്ടായിരുന്ന വേറെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവല്ല. സാമൂതിരിയുടെ മുണ്ടകൾ വന്ന് കൃഷ്ണപിള്ളയുടെ പുറത്ത് മഴ പെയ്യുന്നത് പോലെ, ഇടി വീഴുന്നത് പോലെ തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉശിരുള്ള നായർ മണിയടിക്കും, എച്ചില് വർക്കി നായർ വന്ന് പുറത്തടിക്കും എന്ന് കൃഷ്ണപിള്ള പറയുന്നത് ആ മണിയൊച്ചയെക്കാളും മുഴങ്ങിയ നവോത്ഥാനത്തിന്റെ ഉജ്ജ്വല സൂക്തമായിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെയായിരുന്നു നിങ്ങൾ? കമ്മ്യൂണിസ്റ്റുകാർ എവിടെയായിരുന്നു? ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്ര സന്ദർഭങ്ങളിലെല്ലാം എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വലിയ പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് 1937 കോഴിക്കോട് ഒരു പച്ചക്കറികളൊക്കെ മുകളിൽ കയറി നിന്നിട്ട് EMSഉം കേരളവും NC ശേഖറും പി കൃഷ്ണപിള്ളയും SP ഘാട്ടയുടെ
സാന്നിധ്യത്തിൽ ഒത്തുകൂടിയുണ്ടാകുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകം 1939 ഡിസംബർ 23 തൊട്ടപ്പുറത്തെ പിണറായിയിൽ പാറപ്പെട്ടു വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഘടകം അപ്പാടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി തീരുന്ന മറ്റൊരു ചരിത്ര സന്ദർഭം. എന്നിട്ടും 40 ജനുവരി 26 മാത്രമാണ് പത്രക്കടലാസുകളിൽ ചുവന്ന മഷി മുക്കി എഴുതിയ അക്ഷരത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം അറിയിക്കുന്നത്. പിറ്റേ ദിവസമല്ല, 40 ജനുവരി 26 എന്നത് ഈ ജനുവരി 26 എന്ന പൂർണ്ണസ്വരാജ്യ പ്രമേയത്തിനെ കുറിച്ച് നേരത്തെ ഇവിടെ സുനിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ റിപ്പബ്ലിക്കാണ് തെരഞ്ഞെടുത്ത ജനുവരി 26 കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ആ ജനുവരി 26 അതും 40 ജനുവരി 26 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം പരസ്യമായി ചുമരെഴുത്തുകളിലൂടെ ചുമരിൽ ഒട്ടിച്ച പത്രകടലാസുകളിലെ ചുവന്ന മഷി മുക്കി എഴുതിയ പോസ്റ്ററുകളിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്നിട്ടും നാം ആലോചിച്ച് നോക്കൂ, തലശ്ശേരിയിൽ, മട്ടന്നൂരിൽ, മൊറാഴയിൽ ഈ എണ്ണമറ്റ പോരാട്ടങ്ങൾ മുഴുവൻ ഇടതുപക്ഷ KPCCയുടെ ആഭിമുഖ്യത്തിലാണ് വിലക്കയറ്റ വിരുദ്ധ ദിനം മർദ്ദന പ്രതിഷേധ ദിനമായി ആചരിക്കുമ്പോൾ 3 കൊടികളുമായിട്ടാണ്. സംഘടനാപരമായി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. എന്നാൽ കോൺഗ്രസിൽ ഉള്ളതാണ് ഈ ബഹുത്വത്തെയാണ് ഏറ്റവും പ്രധാനമായും ഭരണഘടന നിർമ്മിക്കുമ്പോൾ ഒരു ദേശരാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ രൂപം കൊള്ളുമ്പോൾ ഈ ബഹുത്വത്തെയാണ് നാം ഉൾക്കൊണ്ടുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അനുഭവിച്ചുകൊണ്ടിരുന്ന സംഘർഷങ്ങൾ ചെറുതല്ല. ഒരു പ്രത്യേക കാലം മുതൽ ഏതാണ്ട് 35 മുതൽ ഇങ്ങോട്ട് 3 ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കുറെ കൂടി അടുത്ത് വന്നപ്പോൾ 38 ശേഷം 39 3 കൊടികളും തന്നെയാണ് കോൺഗ്രസിന്റെ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കൊടികളുമായി ഈ ബഹുത്വത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തലീറാമിനോട് നെപ്പോളിയൻ ചോദിക്കുന്നുണ്ട്. സൈനിക ഉപദേഷ്ടാവാണ്, ഭരണകാര്യ ഉപദേഷ്ടാവാണ് തലീറാം. ഭരണഘടന ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നെപ്പോളിയൻ പറയുകയാണ്, നമുക്ക് സുവ്യക്തമായ ഒരു ഭരണഘടന, ഹ്രസ്വമായ ഒരു ഭരണഘടന. ഉടൻ തലീറാൻ പറയുകയാണ് നോസർ എന്നാണ്. നെപ്പോളിയനോടൊന്നും ആരും നോസർ എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ പിന്നെ ആ തലയിൽ നാളോടെ ഉണ്ടായിപ്പോകും. പക്ഷേ അദ്ദേഹം പറയുമ്പോൾ കേൾക്കുക, അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. ബൃഹത്തായ ഒരു ഭരണഘടന വേണം, സുനിശ്ചിതമായ വ്യവസ്ഥകളുടെ തടസ്സിലകൾ കൊണ്ട് തടയുന്ന ഒന്നും പാടില്ല എന്നാണ് തലീറാൻ പറയുന്നത്. അതാണ് ഇന്ത്യൻ ഭരണഘടന. ഐവർ ജെന്നിങ്സിനെയാണ് ഭരണഘടന ഉണ്ടാക്കാൻ നെഹ്റു നിർദ്ദേശിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിദഗ്ധൻ, നിയമ വിദഗ്ധൻ മൗലൻഗാന്ധിയാണ് മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചത്. പക്ഷെ ഐവർ ജെന്നിങ്സിനെ കാണാൻ നെഹ്റുവിന്റെ സംഘം ലണ്ടനിലേക്ക് പോയി. ലണ്ടനിൽ ചെന്ന് ഐവർ ജെന്നിങ്സുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ വിദഗ്ധൻ നിങ്ങളുടെ കൂടെയാണ്. ഏറ്റവും സങ്കീർണമായ നിയമത്തിന്റെ കുരുക്കുകളെ അദ്ദേഹം എങ്ങനെയാണ് അഴിച്ചെടുത്ത് അദ്ദേഹം അതിന് വിധി കൽപ്പിക്കുന്നത്, അതിന്റെ സ്വച്ഛത കണ്ട് ആരാധകനായി തീർന്ന ഒരാളാണ്. ഇന്ത്യയുടെ ബഹുത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഡോക്ടർ B.R. അംബേദ്കർ പോലെ ഒരാൾക്കല്ലാതെ നിങ്ങളുടെ ഭരണഘടനയുടെ അധ്യക്ഷനാകാൻ കഴിയില്ല എന്ന് അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് പിന്നീട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരു അംഗം മരിച്ചപ്പോൾ അതിന്റെ അനുസ്മരണ പ്രഭാഷണം, 1ാമത്തെ പ്രഭാഷണം അല്ലാടി കൃഷ്ണസ്വാമിയാണ് നേരത്തെ B.R. അംബേദ്കറോട് ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ചത്, എവിടെയാണ് മത്സരിക്കുന്നത് എന്ന ചോദ്യം. ഈ അല്ലാടി കൃഷ്ണസ്വാമിയുടെ 1ാം അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത്, അഭിഭാഷകരുടെ പരദീസയാണ് ഇന്ത്യൻ ഭരണഘടന എന്നാണ് പറയുന്നത്. കാരണം അത്രയധികം സ്വാതന്ത്ര്യം അതിനകത്തുണ്ട്, അത്രയധികം ബഹുസ്വരത അതിലുണ്ട്. അതൊരിക്കലും കുറ്റി കെട്ടി നിർത്തിയിട്ട് നിയമത്തിന്റെ തടസ്സകൾ കൊണ്ട് മൂല്യങ്ങളെ ബന്ധിക്കുന്നില്ല. ആ വലിയ ബഹുസ്വരത ഇതിനെ പൂർണ്ണമായും അംഗീകരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ടാണ് ഇന്നുവരെ അന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത AKG കേളപ്പന്റെ കൂടെ നിന്നിട്ട് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്ന് പാടിക്കൊണ്ട് ഗുരുവായൂരമ്പലത്തിന് നടക്കം ചുറ്റുന്നത്. ഏത് കാലത്തെ AKGയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി വെക്കുന്നുണ്ട്. ഒരിക്കലും മനുഷ്യന്റെ കൂടെ നിൽക്കാത്ത ദൈവങ്ങളെ എനിക്ക് വിശ്വാസമില്ലാതായി എന്ന് പച്ചക്ക് AKG എഴുതുന്നുണ്ട്. പക്ഷേ 1931 നവംബർ 1
കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകോവിൽ ചുറ്റി നടക്കുന്ന ഷർട്ടഴിച്ചിട്ട് കേളപ്പെട്ട കൂടെ ചുറ്റി നടക്കുന്ന ആളാണ്. അത് സമരമാണ്, അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥന ഇങ്ങനെ സമരമാക്കാം എന്ന് തെളിയിക്കുക. ഈ മഹത്തായ പോരാട്ടങ്ങളിലൂടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വന്നത്. 40 സെപ്റ്റംബർ 15 തലശ്ശേരിയിൽ അബുവും ചാത്തുക്കുട്ടിയുമാണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കാമ്പ്, അതിന്റെ ഹൃദയം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്രത്തോളം ശക്തമായി ഉൾക്കൊണ്ടു എന്നതിന്റെ നിദർശനമാണ് ആ മഹാരക്തസാക്ഷിത്വം. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികൾ എന്നത് ഒരാൾ അബുവും ഒരാൾ ചാത്തുക്കുട്ടിയുമാണ്. 1971 തലശ്ശേരി വർഗീയ കലാപത്തിന്റെ ആ ദുർവഹമായ ചരിത്ര സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി കൂടിയായ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചെങ്കൊടി കെട്ടിയ കാറിൽ ഓരോ ഇടങ്ങളിലും യാത്ര ചെയ്ത് അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി പോരാടിയത് എന്ന്, ഭരണഘടനയുടെ യഥാർത്ഥ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ എങ്ങനെയാണ് ചോര കൊടുത്തതെന്ന് ഒരേ ഒരാൾ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. ആ വലിയ കലാപത്തിന്റെ സന്ദർഭത്തിൽ അത് നിർവേലിയിലെ സഖാവ് UK കുഞ്ഞിരാമനാണ്. പള്ളിക്ക് കാവൽ നിൽക്കുമ്പോൾ കുത്തേറ്റ് മരിക്കുന്ന സഖാവ് UK കുഞ്ഞിരാമൻ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ചരിത്രത്തിൽ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനങ്ങളുടെ പേരിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് അധികാരം മുഖാമുഖം കൈമാറുന്ന ഒരു ഔപചാരിക ചടങ്ങിന്റെ പേരല്ല, മറിച്ച് സാമൂഹികമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി എല്ലാ മണ്ഡലങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്ന നാനാതരം ബന്ധനങ്ങളുടെ ചങ്ങലകൾ അറുത്ത് പൊട്ടിക്കുന്ന, അതിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായും വിമോചിതമാക്കുന്ന ഒരു വലിയ പ്രതിഭാസത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. അങ്ങനെ അറിയുന്നവർക്ക് കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുത്ത എല്ലാ പോരാട്ടങ്ങളെ കുറിച്ചും അറിയേണ്ടി വരും, പറയേണ്ടി വരും. ഇന്ത്യയിൽ 1946 ആഗസ്റ്റ് 5 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആത്യന്തിക സമരത്തിലേക്ക് മുന്നേറുക എന്ന പ്രമേയം പാസാക്കി. അതാണ് ആഗസ്റ്റ് പ്രമേയം. അതിനിടയിൽ 10,000 കർഷക സമരങ്ങൾ ഉയർന്നു വന്നു. ഇതിന്റെ പേരുകൾ മുഴുവൻ ഞാൻ പറയണ്ട, നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം. കേരളത്തിൽ തന്നെ 41 മാർച്ച് 28-ാം തീയതി, 43 മാർച്ച് 29-ാം തീയതി അതിന്റെ പേരുകൾ തൂക്കിലേറ്റം. TV കുഞ്ഞിരാമനെയും TV കുഞ്ഞമ്പുവിനെയും അറസ്റ്റ് ചെയ്ത് വർദ്ധിച്ചതിനെതിരായി നടക്കുന്ന ആ വലിയ സമരം, ആ വലിയ പ്രക്ഷോഭത്തിന്റെ നടുവിലേക്ക് ഓടിക്കയറിയുന്ന സുബരാനുമായി ഏറ്റുമുട്ടലുണ്ടാവുന്നു, അയാൾ കൊല്ലപ്പെടുന്നു. അതിന്റെ പേരിൽ മഠത്തിലപ്പൂ, കോയിത്തറക്കൽ ചിരികണ്ഠൻ, പിണറായി കുഞ്ഞമ്പുനായർ, പള്ളിക്കാട് അബൂബക്കർ, 4 ചെറുപ്പക്കാരെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിട്ട് തൂക്കിക്കൊല്ലുന്നത്. ഇപ്പോഴുള്ള ഗവൺമെന്റ് പ്രസിഡന്റ് നേരെ ഇപ്പുറത്ത് സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന ആ വഴിയുടെ തൊട്ടപ്പുറത്തായി കയ്യൂരിന്റെ മക്കളുടെ ചോര, അവിടെയാണ് പച്ചക്കറികൾ തഴച്ചു വളരുന്ന ആ പ്രദേശത്ത് കയ്യൂരിന്റെ മക്കളുടെ ചോരയും ഊർന്നു കിടക്കുന്ന സ്ഥലം. ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നുകൊണ്ട് കയ്യൂരിന്റെ മക്കളുടെ സ്വാതന്ത്ര്യ പോരാട്ടം അനാഥമായില്ല. കണ്ണൂർ സെൻട്രൽ ജയിൽ ഒരുപക്ഷെ അവിടെ മാത്രമായിരിക്കാം. ഇങ്ങനെ പോരാടി മരിച്ച രക്തസാക്ഷികൾക്ക് ഒരു സ്മാരക സ്തൂപമുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിൽ. PC ജോഷിയും P കൃഷ്ണപിള്ളയും ഒപ്പം P സുന്ദരയും ദേശാഭിമാനിയിൽ നിന്ന് P യശോദ ടീച്ചറും KPR റയപ്പനും ഒക്കെ ചേർന്ന കയ്യൂരിന്റെ മക്കളെ കാണാൻ പോകുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ കയ്യൂരിലേക്കാണ് പോകുന്നത്. എന്താണ് നിങ്ങളുടെ അമ്മമാരോട്, നിങ്ങളുടെ സഹോദരിമാരോട് പറയാനുള്ളത്? PC ജോഷി പിന്നീട് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ ആരെ ആശ്വസിപ്പിക്കാനാണ് അവിടെ ചെന്നത്? എനിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല, പകരം അവർ എനിക്ക് ആശ്വാസം പകർന്നു. തൊണ്ടയിടറി കണ്ണു നിറഞ്ഞ് PC ജോഷി പിൻവാങ്ങിയപ്പോൾ സഖാവ് P കൃഷ്ണപിള്ള അടുത്തേക്ക് ചെല്ലുന്നു. സഖാക്കളെ, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യൂരിനോട് പറയാനുള്ളത്? അവർ ഉത്തരം പറയുകയാണ്, ഒരിക്കൽ കൂടി ജീവിക്കാൻ അവസരമുണ്ടായാൽ ഞങ്ങൾ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കാളികളോ, ഇതുപോലെ ഒരിക്കൽ കൂടി
ജീവൻ സമർപ്പിക്കും എന്ന്, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് 43 മാർച്ച് 21 പുലർച്ചെ 5 മണിക്ക് വിളകേറി തുടങ്ങിയിട്ടില്ല. ഒരു റാന്തൽവിളക്കുമായിട്ട് ആരാച്ചാരും സംഘവും വിധി നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരും എത്തുന്നു. കൊലക്കേറുകൾ വെക്കുന്നതിന് മുമ്പ് അവരോട് ചോദിക്കുന്നു, അവസാനമായി എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ? ഭക്ഷണം, ജോലി, കറുത്ത തുണി കൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ മൂടരുത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഈ വെല്ലുവിളി ജീവൻ അർപ്പിക്കുമ്പോൾ കറുത്ത തുണികൾ കൊണ്ട് കണ്ണുകൾ മൂടാതെ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ അത്യുജ്വലമായ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായ നമുക്ക് മുമ്പേ കടന്നുപോയ മഠത്തിലപ്പവും കോയിത്താറ്റലും പൊടവര കുഞ്ഞുമുതായും പള്ളിക്കാൽ അബൂബക്കറുമാണ് പ്രാണനരമ്പുകൾ മുറുകിപ്പൊട്ടുമ്പോൾ കണ്ണിൽ നിന്ന് ജീവന്റെ പ്രകാശം മങ്ങിപ്പൊലിയുമ്പോൾ ഇൻകുലാബ് സിന്ദാബാദ്, ജന്മിത്വം നശിക്കട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന കാരാഗ്രഹ ഭിത്തിക്കും പിന്നിൽ ആപാലപുത്രം ജനങ്ങൾ ഉറക്കവിളച്ച് കാത്തിരിക്കുന്നുണ്ട്. പുലർച്ചെ 5 മണിക്ക് അവരുടെ മക്കളുടെ ശബ്ദം എത്തുന്നത് കാത്ത് ദിഗന്ധങ്ങളെ ഭേദിക്കുന്ന വിധത്തിൽ ഇൻകുലാബ് സിന്ദാബാദ്, ജന്മിത്വം നശിക്കട്ടെ, സാമ്രാജ്യത്വം നശിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി മരിച്ചു വീണ സ്വാതന്ത്ര്യത്തിന്റെ സമരഭൂമിയിൽ മരിച്ചു വീണ മനുഷ്യരുടെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് കഴുതപ്പുലികളും കുറുനരികളും ഈ പുതിയ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് പങ്കാണ് വഹിച്ചത് എന്ന വിട്ടിച്ചോദ്യമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 1996 ഇന്ദ്രജിത് ഗുപ്ത ആഭ്യന്തരമന്ത്രിയായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ദേവഗൌഡ ഗവൺമെന്റിൽ ആദ്യമായി അദ്ദേഹം ഒപ്പുവെച്ച ഉത്തരവുകളിൽ ഒന്ന് കയ്യൂർ, കരിവെള്ളൂർ, പുന്നപ്ര, വയലാർ സമരങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്, അതിലെ പോരാളികൾ സ്വാതന്ത്ര്യ പോരാളികളാണ് എന്ന ഉത്തരവാണ്. വളരെ പ്രധാനപ്പെട്ട ചില ചരിത്ര സന്ദർഭങ്ങൾ നാം ഇത്രയും കാലമായി വഴിയായ വഴിയെല്ലാം തെരുവായ തെരുവെല്ലാം ആർത്തലച്ചു വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാശയം ഇന്ത്യൻ ഭരണകൂടത്തിനും സമ്മതിക്കേണ്ടി വരികയാണ്.